ഇവിടെ ഓട്സ് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, അത് മുന്നേ പറയണു. അതിലോട്ട് നമ്മുടെ ഓട്സ് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യത്തിന് മാത്രം മതി, അധികം ഓട്സ് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ കഞ്ഞി ആകെ കുറുകി വരും. ആ ഒരു പരുവം എനിക്ക് അധികം ഇഷ്ടമല്ല. അതുപോലെ പാലിൽ കുറുക്കി കഴിക്കുന്നതൊന്നും എനിക്ക് ഓട്സ് ഇഷ്ടമല്ല. ഇങ്ങനെ കഞ്ഞിയാണെങ്കിൽ ഇച്ചിരി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മുടെ നല്ല ജീരകം. നിങ്ങൾ നല്ല ജീരകം ഇഷ്ടമില്ലാത്തവരാണെന്ന് വിചാരിച്ചിട്ട് ഇതിൽ ചേർക്കാതിരിക്കേണ്ട കേട്ടോ. എനിക്ക് കറികളിലൊന്നും ഈ ജീരകം ചേർക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഈ ഓട്സ് കഞ്ഞിയിൽ അതിൻ്റെ ടേസ്റ്റ് നല്ലൊരു രുചിയാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് ചേർത്തോളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുത്തിപ്പൊടിച്ച മുളക്, അതായത് ചില്ലി ഫ്ലേക്സ് വേണം, വളരെ കുറച്ച്. അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഉപയോഗിക്കരുത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമായാൽ കഞ്ഞിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ലെവലിലേ പാടുള്ളൂ, അത് നോക്കിയും കണ്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഇച്ചിരി കൂടുതൽ ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അത് വേണമെങ്കിൽ അത്യാവശ്യത്തിന് ചേർക്കാം. പിന്നെ ഇത് നല്ലോണം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ. അതിനുശേഷം ഞാൻ കാട്ടിത്തരാം ഇതിൻ്റെ പരുവം എന്താണെന്ന്. അപ്പോൾ ഇത് കണ്ടോ, തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. 1-2 തിള വന്നാൽ മതി, നല്ലോണം തിളച്ച് പൊന്തിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം ഇരുന്ന് കഴിഞ്ഞാൽ കുറുകി വറ്റിപ്പോവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടവും. വളരെ ഈസിയാണ്, സിമ്പിളാണ്, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പാലിലൊക്കെ കുറുക്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ റെസിപ്പി ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് അതിൻ്റെ തണുത്തേപ്പുള്ള പരുവം. നമ്മുടെ ഓട്സ് കഞ്ഞി എല്ലാവരും തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇത് ഞാൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് PCOD, PCOS ഒക്കെ, അത് രണ്ടും ഒന്നാണ്. അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക്, ഡയറ്റിങ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന കഞ്ഞിയാണിത്. പിന്നെ ഡയറ്റിംഗ് ആണെന്ന് വെച്ചിട്ട് ഓട്സ് കഞ്ഞിയാണെന്ന് വെച്ചിട്ട് അധികം കുടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് PCOD, PCOS ഒക്കെ ഉള്ളവർ അധികം അങ്ങ് വലിച്ചുകാരി കുടിക്കുവരുത് കേട്ടോ. ഒരു മീഡിയം ലെവൽ വെച്ചിട്ടൊക്കെ കഴിക്കാവൂ. അധികം കഴിക്കുന്നതും നല്ലതല്ല, ഡയറ്റിങ്ങിന് വിരുദ്ധമാണ്. അപ്പോൾ സാധാ വണ്ണം കുറയ്ക്കാനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് അത്യാവശ്യത്തിനൊക്കെ കുടിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഒപ്പം ഒരു സൂപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വെയിറ്റ് ലോസിനൊക്കെ പറ്റുന്ന റെസിപ്പീസായിട്ട് ഇനി വീണ്ടും വരാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇറച്ചി മീനൊക്കെ ഇടുന്നതായിരിക്കും, എങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസായിട്ട് ഇതുപോലത്തെ വീണ്ടും വരാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.